ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ബട്ടർ പേപ്പർ എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു A4 ഷീറ്റ് പേപ്പറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് A4 ഷീറ്റോ A3യോ A2 ഏത് പേപ്പർ വേണമെങ്കിലും എടുക്കാം. ഇനി അതിൽ നമുക്കൊരു കേക്ക് ടിന്ന് വെച്ചിട്ട് റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ബട്ടർ പേപ്പറൊക്കെ സ്ക്വയറൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാറാണ് ചെയ്യാറ്. അതേപോലെ തന്നെ ഈ A4 ഷീറ്റിൻ്റെ മുകളിലും കേക്ക് ടിന്ന് വെച്ചിട്ടൊന്ന് റൗണ്ടിൽ വരച്ച് കൊടുക്കാം, കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം നമ്മൾ സാധാരണ ബട്ടർ പേപ്പറിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് കേട്ടോ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഞാനിവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റൗണ്ടിലുള്ള കേക്ക് ടിന്നായതുകൊണ്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. സ്ക്വയറിൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വലിയ കേക്ക് ടിന്നാണെങ്കിൽ 2 പീസായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഏതിന് വേണമെങ്കിലും ഈ പേപ്പർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ റൗണ്ടിൽ നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കേക്ക് ടിൻ്റെ സൈഡിലും കൂടി പേപ്പർ വെച്ച് കൊടുക്കാറുണ്ട്. സാധാരണ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്കിനി സൈഡിലേക്ക് വേണ്ടതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ A4 ഷീറ്റിൻ്റെ ബാക്കി തന്നെ എടുത്താൽ മതി. കാരണം എന്തായാലും ഒരു A4 ഷീറ്റ് തികയില്ല, സൈഡിലേക്ക് തികയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കിയിട്ട് വരച്ച് നോക്കിയിട്ട് ബാക്കിയുള്ളതും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഈ സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. സാധാരണ നമ്മൾ ബട്ടർ പേപ്പറിലാണെങ്കിൽ ഇങ്ങനെ തന്നെയാണല്ലോ മെഷർ ചെയ്യുക. അപ്പോൾ നമുക്കിനി കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വരച്ചൊന്നും കൊടുക്കണ്ട, ഡയറക്റ്റായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കാരണം കുറച്ച് വലിപ്പം കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. ഇനി വളഞ്ഞു പോകുന്നൊക്കെ പേടിയുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് സ്കെയിൽ വെച്ചിട്ട് വരച്ച് കൊടുത്താലും മതി. ഇനി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പീസ് നമുക്ക് എന്തായാലും തികയൂല. അപ്പോൾ നമുക്ക് കേക്കിലൊന്ന് വെച്ച് നോക്കാം ഇനി എത്ര പീസും കൂടി ബാക്കി വേണമെന്നുള്ളത്. അപ്പോൾ നമുക്കൊരു സൈഡിലേക്കുള്ളത് മാത്രമേ ആയിട്ടുള്ളൂ, ബാക്കിയുള്ള സൈഡിലേക്കുള്ളതും കൂടി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു A4 ഷീറ്റ് എടുത്തിട്ട് അതിലും ഈ അളവ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് നീളത്തിൽ അങ്ങോട്ട് മുറിച്ചെടുത്താൽ മതി. ഇതിലൊന്നും അളവിന് വലിയ പ്രശ്നമില്ല കേട്ടോ. കുറച്ചൊന്ന് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കേക്ക് ടിന്നിൽ വെച്ച് കൊടുക്കുന്ന ടൈമിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഇത് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ കേക്കിൻ്റെ സൈഡിലേക്ക് വേണ്ട പേപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ബട്ടർ പേപ്പർ ആക്കിയിട്ട് കേക്കിൽ വെച്ച് കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്ക് ടിന്ന് എടുത്തിട്ട് അതിൽ നന്നായിട്ട് ഓയിൽ തടവി കൊടുക്കാം. ഒട്ടും മണമൊന്നും ഇല്ലാത്ത നല്ല ഓയിൽ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ ഇതിലാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. സാധാരണ ഇടുന്നതിനേക്കാൾ കുറച്ച് അധികം ഓയിൽ എടുത്തിട്ട് നമ്മളൊന്നിത് പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേക്കിൽ ആ ടേസ്റ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും മണമൊന്നും ഇല്ലാത്ത നല്ല ഓയിൽ എടുത്തിട്ട് തന്നെ ഈ സൈഡിലും ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ പേപ്പർ ചിലപ്പോൾ ഇതിൽ ഒട്ടിപ്പിടിച്ച് പോകും. നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഒട്ടിപ്പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് കേക്ക് നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം ഓയിൽ തന്നെ നന്നായിട്ട് തടവി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന പേപ്പർ വെച്ച് കൊടുക്കാം. അത് നമ്മൾ കൈകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മുകളിലും ഓയിൽ തടവി കൊടുക്കണം. ഈ ഓയിൽ തടവി കൊടുക്കുന്നത് മസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ കേക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ഒട്ടിപ്പിടിച്ച് പോകും ഈ പേപ്പർ. അപ്പോൾ അതുകൊണ്ട് ഓയിലൊന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് തടവി കൊടുത്തേക്കാം. ഇനി നമുക്ക് നമ്മൾ സൈഡിൽ ഉണ്ടാക്കി വെച്ചിരുന്ന പേപ്പറും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അത് നമുക്കിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഓയിൽ തടവി കൊടുത്താലും മതി. ഇനി അങ്ങനെ തടവി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓയിൽ ആദ്യം തന്നെ തടവിയിട്ട് അതിലേക്ക് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പീസും ഇതേപോലെ വെച്ച് കൊടുക്കാം. നമ്മൾ ഈ പീസൊക്കെ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് കുറച്ചധികം ഓയിൽ പുരട്ടി കൊടുക്കണം, അല്ലെങ്കിൽ അത് വിട്ട് വരും. അപ്പോൾ ഇങ്ങനെ 2 പീസും വെച്ച് കൊടുത്തിട്ട് ഈ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് കുറച്ചധികം ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് തടവി കൊടുക്കുക. അപ്പോൾ ഈ സൈഡിലൊക്കെ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കുകയാണ്. എത്ര വലിയ കേക്ക് ടിന്നാണെങ്കിലും ഈ A4 ഷീറ്റ് വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. 2 പീസൊക്കെ ആണെങ്കിൽ ഇതേപോലെ വെച്ചിട്ട് നന്നായിട്ട് ഓയിൽ തടവി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് 1 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ ബട്ടർ പേപ്പർ ചെയ്യുന്ന പോലെ തന്നെ A4 ഷീറ്റിൽ ചെയ്തെടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ബട്ടർ പേപ്പർ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പെട്ടെന്ന് കേക്കൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ മിക്കവാറും ബട്ടർ പേപ്പർ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിരിക്കില്ല.
അങ്ങനെയുള്ള ടൈമിലൊക്കെ നമുക്ക് ഇതേപോലെ ഒരു A4 ഷീറ്റ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.